എല്ലാവർക്കും ഒരിക്കൽ കൂടി എക്സ്ക്ലൂസീവ് ഫോർ എക്സാംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടറ്റ് കാറ്റഗറി 3 എക്സാം ഓറിയൻറ്റേഷനാണ്. ഇതൊരു വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത ലിങ്കിൽ കയറി കാണേണ്ടതാണ്. ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? യെസ്. ടുഡേയ്സ് ഇൻഗ്രീഡിയൻസ് അഥവാ ഇന്നത്തെ ചേരുവകൾ എന്തൊക്കെയാണ്? തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് MCQs, സൈക്കോളജി സെക്കൻഡ് പാർട്ടായിട്ടുള്ള തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് MCQs, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ലേണിംഗ് തിയറി സെൻറ്റേഴ്സ് ഓൺ വാട്ട് ഹാപ്പൻസ് ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് അണ്ടർസ്റ്റാൻഡിംഗ് പ്രോസസ്സസ് സച്ച് ആസ് മെമ്മറി. ഓപ്ഷൻസ് ആർ കോഗ്നിറ്റിവിസം, കോഗ്നിറ്റീവ് ബിഹേവിയറിസം, കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ആൻഡ് കൺസ്ട്രക്റ്റിവിസം. So please focus stimulus and response, and the answer is cognitivism. Okay, and the second one is the second question, which example of MI, that is multiple intelligence, is manifested by Mozart? Options are bodily kinesthetic intelligence, existentialist intelligence, logical mathematical intelligence, and finally musical intelligence. നമുക്കറിയാവുന്ന കാര്യമാണ് ഹോവാർഡ് ഗാർണറിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. 8-9 ഇൻ്റലിജൻസിൻ്റെ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേര് ഫ്രെയിംസ് ഓഫ് മൈൻഡ് ആണ്. ഫ്രെയിംസ് ഓഫ് മൈൻഡിലാണ് അദ്ദേഹം ഈ പറയുന്ന ഇൻ്റലിജൻസ്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് വിച്ച് എക്സാമ്പിൾ ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഈസ് മാനിഫെസ്റ്റഡ് ബൈ മൊസാർട്ട്. മൊസാർട്ടിനെ ഒക്കെ നമുക്കറിയാം റിലേറ്റഡ് ടു മ്യൂസിക്. ആൻഡ് ദ ആൻസർ ഈസ് മ്യൂസിക്കൽ ഇൻ്റലിജൻസ്. ഓക്കെ, ആൻഡ് the third question, which of the following is not a component of constructivism? And the options are learners learn through social interaction, learners have to pay attention to critical aspects of what is to be learned, learners' new learning depend on their prior understandings, learners construct their own understanding rather than it transmitted to them. And the answer is learners have to pay attention to critical aspects of what is to be learned. Option B ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. And the fourth one is, what do you call the instructional support in socio-cultural theory that teachers can provide to enhance learning? Options are assessment, lesson plan, performance task and scaffolding. Question ഒന്നുകൂടി വായിക്കാം. What do you call the instructional support in socio-cultural theory that teachers can provide to enhance learning? നമുക്കറിയാവുന്നൊരു ചോദ്യമാണ്. ഇന്നത്തെ കാലത്ത് നടമാടുന്ന അല്ലെങ്കിൽ അവലംബിക്കുന്ന ഒരു രീതിയാണ്, ദാറ്റ് ഈസ് കൺസ്ട്രക്റ്റിവിസം. അതിൽ വരുന്ന ടേമാണ്. നമുക്കറിയാം ഏതൊരു കുട്ടിക്കും ഇന്നേറ്റായിട്ട് കഴിവുകളുണ്ട്, പക്ഷെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ കഴിവിനെ എന്ത് ചെയ്യാൻ പറ്റും? എൻഹാൻസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ ആൻസർ ഈസ് സ്കഫോൾഡിങ്. ഓക്കെ, ആൻഡ് ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഡസ് ഇറ്റ് മീൻ ബൈ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, യാ. ആൻഡ് ദ ഓപ്ഷൻസ് ആർ റിവാർഡ്, പണിഷ്മെൻറ്റ്, ഡെസേർട്ട്, റിവാർഡ് ആൻഡ് പണിഷ്മെൻറ്റ്. ആൻഡ് ദ ആൻസർ ഈസ് reward. So what about negative reinforcement? Of course, punishment. And the sixth one is, which theories introduce the operant conditioning? Options are B.F. Skinner, J.B. Watson, Ivan Pavlov, Jean Piaget. കണ്ടീഷനിൻ്റെ കാര്യം പറയുമ്പോൾ 2 കണ്ടീഷനിങ് ഓർത്ത് വയ്ക്കുക, ക്ലാസിക്കൽ കണ്ടീഷനിങ് ആൻഡ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇവാൻ പാവ്ലോവ് ആകുമ്പോൾ ഓപ്പറൻറ്റ് കണ്ടീഷനിങ്, ആൻഡ് ദ ഹിയർ ആൻസർ ഈസ് B.F. and the answer is B.F. Skinner. Okay, and the seventh one, throughout the course of 3 distinct phases, the associated stimulus is known as dash and learned behavior is known as dash. Options are conditional response, conditioned stimulus, conditioned stimulus, conditioned response, stimulus conditioning, response conditioning, stimulus conditioning. And the answer is കണ്ടീഷൻ സ്റ്റിമുലസ്, കണ്ടീഷൻ റെസ്പോൺസ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇപ്പോൾ സ്റ്റിമുലസിൻ്റെ കാര്യം അതുപോലെ ലേൺഡ് ബിഹേവിയറും ആ കാര്യം ഓർത്ത് വയ്ക്കുക, ആൻഡ് യു വിൽ ബി ഗെറ്റ് ദ ആൻസർ. നെക്സ്റ്റ് വൺ, ബിലോ ആർ ദ ടീച്ചേഴ്സ് റോൾസ് ഇൻ ടീച്ചിങ് ഇംപ്ലിക്കേഷൻ ഓഫ് കൺസ്ട്രക്റ്റിവിസം എക്സെപ്റ്റ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. ബിലോ ആർ ദ ടീച്ചേഴ്സ് റോൾസ് ഇൻ ടീച്ചിങ് ഇംപ്ലിക്കേഷൻ ഓഫ് കൺസ്ട്രക്റ്റിവിസം എക്സെപ്റ്റ്. ഓപ്ഷൻസ് ആർ ട്യൂട്ടർ, നോളജ് ഗിവർ, ഫെസിലിറ്റേറ്റർ, മെൻറ്റർ. നമുക്കറിയാവുന്ന കാര്യമാണ്. കൺസ്ട്രക്റ്റിവിസ്റ്റ് ടീച്ചർ എന്തായിരിക്കും ഉണ്ടാവുക? ട്യൂട്ടറാണ്, ഫെസിലിറ്റേറ്ററാണ്, മെൻറ്ററാണ്. പക്ഷേ ഈ പറയുന്നൊരു കാര്യമില്ല. ഏതാണ്? ആൻഡ് ദ ആൻസർ ഈസ് നോളജ് ഗിവർ. സോ പ്ലീസ് ബി റിമൈൻഡഡ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ്
Ninth one, dash is learning in which a behavior is made more or less likely to recur regularly because of the presence of a reinforce. And the options are cognitive, operant conditioning, classical conditioning, and brain processing style. ചോദ്യം ഒന്നുകൂടി വായിക്കാം. ഡാഷ് ഈസ് ലേണിംഗ് ഇൻ വിച്ച് എ ബിഹേവിയർ ഈസ് മെയ്ഡ് മോർ ഓർ ലെസ് ലൈക്ലി ടു റിക്കർ. ഫോക്കസ് ദാറ്റ് റെഗുലർലി ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് എ റീഇൻഫോഴ്സ്. ആൻഡ് ദ ആൻസർ ഈസ് ഓപ്പറന്റ് കണ്ടീഷനിങ്. BF സ്കിന്നറിൻ്റെ ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ് ഇതിൻ്റെ ഉത്തരം. And the next one is 10th one, dash was a Russian scientist who discovered quite accidentally one of the basic kinds of learning called classical conditioning. Options are Edward E. Smith, Isaac Newton, Ivan Pavlov and Howard Gardner. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് കണ്ടീഷനിങ്ങിലെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആൻഡ് ഓപ്പറന്റ് കണ്ടീഷനിങ്. ആൻഡ് ഹിയർ ദ ആൻസർ ഈസ് ഇവാൻ പാവ്ലോവ്. And the 11th question, which theorist believes in the importance of self-actualization? Options are Ivan Pavlov, Abraham Maslow, Lev Vygotsky and B.F. Skinner. നമുക്ക് ഈ പറയുന്ന ഹ്യൂമനിസ്റ്റ് അപ്രോച്ച് രണ്ട് പേരുടെ കാര്യം പറയുന്നുണ്ട്. ആരുടെയൊക്കെയാണ്? കാൾ റോജേഴ്സിനും അതുപോലെ തന്നെ എബ്രഹാം മാസ്ലോ. കാൾ റോജേഴ്സ് സെൽഫ് തിയറി പറയുമ്പോൾ എബ്രഹാം മാസ്ലോ എന്താ പറയുന്നത്? എബ്രഹാം മാസ്ലോൻ്റെ തിയറി പറയുകയാണെങ്കിൽ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണ്. ഒരു പിരമിഡ് പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പടിയെന്ന് പറയുകയാണെങ്കിൽ ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, ദെൻ ലവ് ആൻഡ് ബിലോങ്ങിങ്സ് നീഡ്സ്, ദെൻ സെൽഫ് എസ്റ്റീം നീഡ്സ് ആൻഡ് ഫൈനലി സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ. ദാറ്റ് ഈസ് നൺ അതർ ദാൻ ആൻഡ് ആൻസർ ഈസ് എബ്രഹാം മാസ്ലോ. ആൻഡ് ദ 12th question, the humanistic approach understands us in terms of. നേരത്തെ പറഞ്ഞ കാര്യമാണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് പറയുമ്പോൾ എന്ത് വരും? And the options are the unconscious, the behavior, the self and the environment. And the answer is self. സെൽഫ് തിയറി ആരുടെയാണ്? കാൾ റോജേഴ്സിൻ്റെ ആണ്. അത് ഓർത്ത് വയ്ക്കുക. ആൻഡ് ദ 13th question, in classical conditioning, a stimulus that elicits no response before conditioning. Question ഒന്നുകൂടി വായിക്കാം. In classical conditioning, a stimulus that elicits no response before conditioning. Options are acquisition, extinction, neutral stimulus and shaping. A stimulus that elicits no response before conditioning. കണ്ടീഷന് മുമ്പ് ഒരു റെസ്പോൺസ് കാണിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഏതായിരിക്കും ആൻസർ വരിക? യെസ്, ന്യൂട്രൽ സ്റ്റിമുലസ്. And the next one, the 14th question is, which animal was put into Skinner box? Options are cat, mouse, rat, dog. നമുക്കറിയാവുന്ന കാര്യമാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ ഇവാൻ പാവ്ലോവ് പട്ടി അല്ലേ, പാവ്ലോവിൻ്റെ പട്ടി എന്ന് പറയുമ്പോൾ സ്കിന്നർ ബോക്സ് ഏതാ വരിക? ദാറ്റ് ഈസ് നൺ അതർ ദാൻ അവർ rat. Okay. And the last and final question, that is 15th one, in operant conditioning, behaviors are shaped by, options are triggers, signals, consequences and sounds. And the answer is consequences. So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് 15 ക്വസ്റ്റ്യൻസ് ആണ് സൈക്കോളജി സെഷനിലത്തെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള തിയറീസ് ഓഫ് ലേണിംഗ് എന്ന പാർട്ടിലത്തെ 15 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആ ചോദ്യങ്ങൾ 2-3 വട്ടം വീഡിയോ കാണുക മാത്രമല്ല പഠിച്ചറിയാൻ റീവിസിറ്റ് ചെയ്യുക, റിവൈസ് ചെയ്യുക. തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ കാണും വരെ ബായ്.